ഹായ്. അപ്പോൾ ദേ നമ്മൾ ഈ കമ്മലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കമ്മൽ ഉണ്ടാക്കാൻ എനിക്ക് മൊത്തം ചിലവായത് 7 രൂപയാണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു വയലറ്റ് ബീഡാണ്. ഈ ബീഡൊക്കെ ഞാൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഓൺലൈനിനെക്കാട്ടും അഫോർഡബിൾ ആയിട്ട് ഷോപ്പിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളർ ബീഡ്സാണ്, പിന്നെ ഗോൾഡൻ കളർ ബീഡ്സ്, പിന്നെ ഇത് ഗിയർ ലോക്ക് ബീഡ്സ് ആണേ, പിന്നെ ഗുങ്കുരു ബീഡ്സ്, പിന്നെ ഒരു ചെറിയ പീസ് ഗിയർ വയർ. ഞാൻ ഗോൾഡൻ കളർ ഗിയർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ജംപ് റിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ നമുക്ക് ജംപ് റിങ്ങിൻ്റെ അകത്തേക്ക് ആ വയലറ്റ് കളർ ബീഡ്സ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ വയലറ്റ് കളർ ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വയലറ്റ് കളർ ബീഡ്സിൻ്റെ 2 സൈഡിലായിട്ട് 2 ഗുങ്കുരു വീതം, അതായത് ഒരു കമ്മലിൽ 4 ഗുങ്കുരു വീതം യൂസ് ചെയ്യണം. അപ്പോൾ ആ വയലറ്റ് കളർ ബീഡിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ ഗുങ്കുരു വീതം ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ഗുങ്കുരു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലും ഇതേമാതിരി ആദ്യത്തെ ഗുങ്കുരു ഇട്ടു, പിന്നെ രണ്ടാമത്തെ ഗുങ്കുരു ഇട്ടു. ഇനി നമുക്ക് 2 സൈഡിലായിട്ട് ഇതേപോലെ ഗോൾഡൻ ബീഡ്സും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യത്തെ സൈഡിൽ ഗോൾഡൻ ബീഡ് ഇട്ടു, പിന്നെ അടുത്ത സൈഡിലും ഗോൾഡൻ ബീഡ് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി നമുക്ക് ആ ജംപ് റിങ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ കമ്മലിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലൊരു പീസ് ഗിയർ വയർ എടുത്തു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിൽ ഇതേപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ്സിൽ ഗിയർ ലോക്ക് ഇട്ട് സെക്യൂർ ചെയ്യാം. പക്ഷേ ഞാനിവിടെ വൈറ്റ് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ലൂപ്പിൻ്റെ സൈസ് വളരെ ചെറുതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ആ ലൂപ്പിൻ്റെ സൈസ് ഒന്നും കൂടെ വലുതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വയർ ഒന്നും കൂടെ ബെൻഡ് ചെയ്തെടുത്ത് ലൂപ്പ് ഒന്ന് വലുതാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ലൂപ്പ് വലുതാക്കി. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ വൈറ്റ് ബീഡ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ലൂപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ലൂപ്പ് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. അപ്പോൾ ഈ വൈറ്റ് ബീഡ് ഇട്ടതിന് ശേഷം ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതേമാതിരി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ 4 വൈറ്റ് ബീഡും 3 ഗോൾഡൻ ബീഡും ഇട്ട് കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇതേമാതിരി 4 വൈറ്റ് ബീഡും 3 ഗോൾഡൻ ബീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്ത ആ വയലറ്റ് ബീഡ് ഉണ്ടല്ലോ, ആ വയലറ്റ് ബീഡ് ആ ജംപ് റിങ്ങിൻ്റെ അകത്ത് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ വയറിൻ്റെ അകത്തേക്ക് ഞാൻ ആ വയലറ്റ് ബീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതായത് 4 വൈറ്റ് ബീഡ് ഇടണം, 3 ഗോൾഡൻ ബീഡ് ഇടണം. അപ്പോൾ നമുക്കത് ചെയ്താലോ. അപ്പോൾ ഞാൻ അത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഗിയർ ലോക്ക് ബീഡ് എടുത്തിട്ട് നമ്മുടെ ഈ മുത്തുകളൊക്കെ ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കണം. അതായത് അവിടെ ലോക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു കത്രിക എടുത്തിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്ലയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലയർ യൂസ് ചെയ്തിട്ടും ലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഗിയർ ലോക്ക് ബീഡ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ മുത്തുകളൊന്നും അനങ്ങില്ല കേട്ടോ, അതേപോലെ അവിടെ സെക്യൂർ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കമ്മൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെവിയുടെ സൈസിനനുസരിച്ചിട്ട്
നമുക്ക് ആ വയറൊന്ന് കട്ട് ചെയ്ത് കളയണം, എക്സസ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ ഇതേമാതിരി ഒരു ബെൻഡ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ ബെൻഡിൻ്റെ അവിടെ നിന്ന് ഒരു കുറച്ച് ഭാഗം വിട്ടിട്ട് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ബെൻഡ് ഇട്ടത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്മൽ ചെവിയിലിട്ടതിന് ശേഷം സെക്യൂർ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഈ ബെൻഡ് ഉണ്ടാക്കിയ സൈഡിൽ കൂടെ വേണം കമ്മൽ ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ബെൻഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ലൂപ്പിൻ്റെ അകത്ത് കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഗിയർ വയർ യൂസ് ചെയ്യുന്നതിന് പകരം മാർക്കറ്റിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഹൂപ്സ് കിട്ടും. അപ്പോൾ ആ ഹൂപ്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് മുത്ത് കോർത്തെടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ആ മുത്തിൻ്റെ കൗണ്ടൊക്കെ മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കാം അല്ലെങ്കിൽ ചെറുതാക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ 2 ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയൂ, ഇഷ്ടമായോ? അതേമാതിരി നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യണം, അതേമാതിരി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക്. നമുക്ക് ആ മുത്തിൻ്റെ കളർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഡ്രസ്സിന് വേണമെങ്കിലും മാച്ചിങ് കമ്മൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ റേറ്റ് എത്രയാണെന്ന് നോക്കിയാലോ. അപ്പോൾ വയലറ്റ് ബീഡിന് എനിക്ക് ഒരു പാക്കറ്റിന് 10 രൂപയായത്, ഒരു പാക്കറ്റിൽ 10 പീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ എനിക്ക് 2 രൂപയാണ് ചിലവായത്. പിന്നെ വൈറ്റ് ബീഡിന് 15 രൂപയാണ് ഒരു പാക്കറ്റിന്. ഒരു പാക്കറ്റിൽ 200 പീസ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 16 പീസ് ഞാൻ യൂസ് ചെയ്തു. 1.2 രൂപയാണ് എനിക്ക് ചിലവായത്. പിന്നെ ഗോൾഡൻ ബീഡും അതെ, 15 രൂപയാണ് ഒരു പാക്കറ്റിന്. 16 യൂസ് ചെയ്തു. 1.2 രൂപയാണ് എനിക്ക് ടോട്ടൽ ചിലവായത്. പിന്നെ ഗുങ്കുരു ബീഡ്സിനാണെങ്കിൽ 30 രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന്. അങ്ങനെ ഒരു പാക്കറ്റിൽ 200 ഉണ്ടായിരുന്നു. മൊത്തം 8 നമ്മൾ യൂസ് ചെയ്തേ. അങ്ങനെ 1.2 രൂപ. പിന്നെ ഗിയർ ലോക്ക് ബീഡ്സിനാണെങ്കിൽ 10 രൂപയാണ് ഒരു പാക്കറ്റിന്, 50 പീസ് ഉണ്ടായിരുന്നു. അങ്ങനെ 0.4 റുപ്പീസാണ് ഈ കമ്മലുണ്ടാക്കാൻ ചിലവായത്. പിന്നെ ജംപ് റിങ്ങും അതെ, 18 രൂപയാണ് ഒരു പാക്കറ്റിന്. ടോട്ടൽ 2 യൂസ് ചെയ്തു. അങ്ങനെ 0.36 രൂപ ചിലവായി. പിന്നെ ഗിയർ വയർ ഒരു റോളിനാണ് റേറ്റ് 38 രൂപ. അതിലും വളരെ ചെറിയ ഒരു പോർഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗിയർ വയറിൻ്റെ കോസ്റ്റ് എടുക്കാതെ 6.36 റേറ്റ്. അങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ 7 രൂപ. അപ്പോൾ ടോട്ടൽ നമുക്ക് ഗിയർ വയറിൻ്റെ കോസ്റ്റും കൂടെ കവർ ആവും കേട്ടോ.